blessing today. ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായിട്ട് തന്നെ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന വ്യക്തിയാണ്. ബ്രദർ ഡാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രോഗ്രാം വളരെ വിശ്വസനീയമായ, വളരെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന തന്നെ പ്രോഗ്രാമാണ്. ദൈവം നേരിട്ട് തന്നെ വന്നിരിക്കുന്നതാണ് ഈ പ്രോഗ്രാമിൽ കൂടി. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതിനു മുൻപുള്ള എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവർക്കും നന്ദി പറയുന്നു. നമ്മുടെ 1000ാമത്തെ എപ്പിസോഡ് അടുത്ത് വരികയാണ്. We are all very much excited because of the faithfulness of God, because of the favor of God. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, മല്ലപ്പള്ളിയിൽ നിന്നുള്ള KP ജോർജിനും മോളി ജോർജിനുമായി പ്രാർത്ഥിക്കുന്നു. ഇരുവർക്കും നല്ല ആരോഗ്യവും സകലവിധ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ. മകൾ ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിറ്റ്സ് വരുന്നത് പരിപൂർണമായി മാറി സൗഖ്യമാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇടത്തെ മുട്ടുകാലിലുള്ള എല്ലാ പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ സുനീഷ് ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ മക്കൾ ജനിക്കുവാൻ തുടങ്ങട്ടെ. കർത്താവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം അവരുടെ മേൽ വന്നു ചേരട്ടെ. 2 ആൺമക്കൾക്കുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരിൽ തമ്മിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വളരെ സമാധാനത്തിലും ഐക്യതയിലും അവർ ജീവിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി കൂടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാവിന് നല്ല ആരോഗ്യം അങ്ങ് കൊടുക്കണമേ. മാത്രമല്ല കർത്താവെ, ഈ റിട്ടയേർഡ് ലൈഫിൽ കർത്താവെ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി വളരെ സമാധാനത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ കർത്താവെ വളരെ നല്ല ഉദ്ദേശ്യങ്ങളോടുകൂടെ ജീവിക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ എന്നങ്ങയോട് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഉയർന്ന ഒരു പൊസിഷനിൽ കൂടുതൽ നല്ല ഒരു ജോലി ലഭിക്കേണ്ടതിനായി തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വെൽവിഷർക്കും ഹസ്ബൻഡിനും മകൾക്കും എല്ലാവർക്കും കർത്താവെ ഏറ്റവും നല്ല ആരോഗ്യവും കൃപകളും നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊട്ടാരക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 17 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 18 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവുനന്ദ ഓഡിറ്റോറിയം, ഉദിയൻ കുളങ്ങര, അമരവിള. Proverbs chapter 3 and verse number 9. സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. Read it in Malayalam. മലയാളത്തിൽ വായിക്കാം. യഹോവയെ നിന്റെ സമ്പത്ത് കൊണ്ടും സകല ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. ബഹുമാനിക്കുക. Hello. Honor the Lord. ദൈവത്തെ ബഹുമാനിക്കുക. With the riches you have, with the wealth you have, with the money you have. ദൈവത്തെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ മേഖലയിൽ ദൈവത്തെ ബഹുമാനിക്കുക. And with the first fruits. ആദ്യ ഫലങ്ങൾ മൂലം ദൈവത്തെ ബഹുമാനിക്കുക. That was a rule given to the Jewish people. അത് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. Today, എന്നാൽ ഇന്ന് in the New Testament, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ whatever we have, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ, we can give a big portion to the Lord's ministry.
ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അതിന്റെ ഒരു വലിയൊരു ഭാഗം നമുക്ക് തിരിച്ച് ദൈവത്തിന് നൽകാവുന്നതാണ്. Regularly, minimum more than 10% of our income we have to spend for the ministry of the Lord. നമ്മൾ തുടർച്ചയായി എല്ലാ മാസം എന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന വരുമാനത്തിന്റെ കുറഞ്ഞത് ഒരു 10% നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. Do you know what is going to happen? എന്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്കറിയാമോ? God will take the keys കർത്താവ് കീകളൊക്കെ എടുക്കും. of the treasury in heaven, സ്വർഗ്ഗത്തിലെ ഭണ്ഡാരങ്ങളുടെ കീകൾ കർത്താവ് and എടുക്കും. he will open all the treasuries. ദൈവം ആ എല്ലാ ട്രഷറികളും കർത്താവ് തുറക്കുവാൻ തുടങ്ങും. You gave 100 rupees, but God will never give you 100 rupees back. നിങ്ങളൊരു 100 രൂപ കൊടുത്താൽ കർത്താവ് ദൈവം 100 രൂപ അല്ല തിരിച്ചു നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. Minimum 100-fold. കുറഞ്ഞത് 100 ഇരട്ടിയാണ് കർത്താവ് തരാൻ പോകുന്നത്. Take in his big hands and he will throw into your lap according to his riches in glory. ദൈവം തന്റെ കൈകളിൽ അനുഗ്രഹങ്ങൾ എടുത്ത് 100 മടങ്ങ് അനുഗ്രഹങ്ങൾ എടുത്ത് അത് നിങ്ങളുടെ മടിയിലേക്ക് അനുഗ്രഹമായി നന്മകളായി കർത്താവ് തിരികെ നൽകാൻ പോവുകയാണ്. Honor the Lord. കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ബഹുമാനിച്ചാലും. Hallelujah പറഞ്ഞ. Hallelujah, hallelujah. Even shouting hallelujah publicly without shame, I believe, is a way of honoring the Lord. ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ നാണക്കേട് കൂടാതെ ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതും അത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. Some people are very loud in their home, some people are very loud in their office, in their workplace, but when they come to the blessing center, they breathe in hallelujah. ഒത്തിരി ആളുകൾ അവരുടെ വീട്ടിൽ ഭയങ്കരമായ ശബ്ദം എടുക്കുന്നവരാണ്, ഓഫീസിൽ ഭയങ്കര ശബ്ദം എടുക്കുന്നവരാണ്. എന്നാൽ അവർ ബ്ലെസ്സിങ് സെന്ററിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കര മാന്യതയുള്ളവരായി മാറിയിട്ട് ശ്വാസം എടുക്കുന്നത് പോലെ അകത്തോട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണ് എടുക്കുന്നത്. All hallelujahs they are taking in, just like pills, tablets. ഗുളിക കഴിക്കുന്നത് പോലെ അവർ ഹല്ലേലൂയ എല്ലാവരും അവരകത്തോട്ട് കഴിക്കുകയാണ് ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം. എടാ മോനെ ഹല്ലേലൂയ പുറത്തോട്ട് മുകളിലോട്ട് വേണ്ട. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞു നോക്കിയേ ഹല്ലേലൂയ. ഒന്നുകൂടെ 1 2 3 ഹല്ലേലൂയ. Blessing center is a noisy place. I love that. ബ്ലെസ്സിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുന്ന സ്ഥലമാണ്. അത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുകയാണ്. Do you know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? Heaven is very noisy. കാരണം സ്വർഗവും ശബ്ദമുള്ള സ്ഥലമാണ്. Heaven is very very noisy. സ്വർഗത്തിൽ ഭയങ്കര ശബ്ദമാണ്. If you always like serene, calm, quiet place, never try to go to heaven. നിങ്ങൾ ഭയങ്കര ശാന്തമായ സ്വസ്ഥമായ അങ്ങനൊരു സ്ഥലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കരുത്. There is no maunajada in heaven. സ്വർഗത്തിൽ മൗനജാതകളില്ല. All the angels, one is competent with the other. All are shouting thunderous hallelujahs. സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരും മറ്റൊരുവരോട് ഒരുമിച്ച് ചേർന്ന് ശബ്ദത്തിൽ ഹല്ലേലൂയ പറയുകയാണ്. So if you are not getting trained in this kind of an atmosphere, you will have the first heart attack at the first hallelujah the moment you enter heaven. നിങ്ങൾ ഇവിടെ കുറച്ച് നമ്മൾ പറയുന്ന ഹല്ലേലൂയ കേട്ട് പരിചയപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് ചെല്ലുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുന്ന ആ സമയത്ത് കേൾക്കുന്ന ആദ്യത്തെ ഹല്ലേലൂയ കേട്ട് the first cardiac arrest, ആ സമയത്ത് തന്നെ ഹൃദയാഘാതം വന്ന് മരിക്കുക. and that is called the second death. അതിനെയാണ് രണ്ടാം മരണമെന്ന് പറയുന്നത്. So get trained in this atmosphere. അതുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ നമ്മൾ അതിനു വേണ്ടി പരിശീലനം ചെയ്യുക. Honor the Lord with your voice. നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങളുടെ ശബ്ദം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. Honor the Lord with your praises. നമ്മുടെ പ്രാർത്ഥന ബഹുമാന ആരാധനകൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. The Bible says shout to the Lord. പറയാണ് ദൈവത്തെ സ്തുതിക്കുക. Somebody asked, is God deaf? ആരോ ചോദിച്ചു ദൈവത്തിന് ചെവി കേൾക്കത്തില്ലേ? Is that why you people are shouting? അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ എടുക്കുന്നത്? No brother, no sister, it is an expression of a gratitude and joy for the life giver.
അങ്ങനെയല്ല ബ്രദറെ, ഞങ്ങൾക്ക് രക്ഷ നൽകിയതിനെ ഓർത്ത്, ദൈവം ഞങ്ങളെ സ്നേഹിച്ചതിനെ ഓർത്തുകൊണ്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സന്തോഷമാണ്, ആനന്ദമാണ് ശബ്ദത്തിൽ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വിടുന്നത്. Hallelujah. ഹല്ലേലൂയ. The last step. അതിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് Your confession. നമ്മളുടെ ഏറ്റുപറച്ചിലുകൾ. പറഞ്ഞേ, നമ്മുടെ ഏറ്റുപറച്ചിലുകൾ. How can we bring in the favor of the Lord? ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? Proverbs 18 and verse number 21 says, സദൃശവാക്യം 18-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, Death and life are in the power of the tongue, and they that love it shall eat the fruit thereof. മരണവും ജീവനും നാവിന്റെ അധികാരത്തിന് അധീനം, അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. In other words, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, every word that we speak out is very, very, very powerful. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. Hallelujah. ഹല്ലേലൂയ. Either it will lead us to death or it will lead us to life. ഒന്നെങ്കിൽ അത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ ജീവനിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? So if you confess favor of the Lord upon yourself on a daily basis, the favor of the Lord will settle in your life just like dew from heaven. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം ഓരോ ദിവസവും നിങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ, മഞ്ഞ് കണങ്ങൾ പെയ്യുന്നത് പോലെ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വസിക്കുവാനിടയായി തീരും. So even if you forget all the 12 steps that I have already given, remember this step. ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ച 12 സ്റ്റെപ്പുകൾ നിങ്ങൾ മറന്നുപോയാലും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. Hallelujah. ഹല്ലേലൂയ. On a daily basis, confess favor. Lord, I have your favor with me. Every day, with your mouth, confess before you go somewhere. When you come back, when you are traveling, when you are driving, always say, Lord, I have your favor on my life. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ വായ കൊണ്ട് ഏറ്റുപറയുക, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് മുൻപ് പറയുക, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്. നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പറയുക, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുക, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രസാദത്താൽ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മൾ നിറയാൻ പോവുകയാണ്. Hallelujah. Hallelujah. It's like favor is traveling. Let's suppose this is the favor of God. Favor is traveling. നിങ്ങൾ ചിന്തിക്കുക, ഇത് ബ്രദറിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഫേവർ ആണ്. But favor will travel in the direction, at the direction of those who confess favor every day. ആ ഫേവർ സഞ്ചരിക്കുന്നത് അതിനൊരു ദിശയുണ്ട്. ആ ദിശ എന്ന് പറയുന്നത്, ആരൊക്കെ ഈ ദൈവത്തിന്റെ പ്രസാദത്തെ പറ്റി ഏറ്റുപറയുന്നോ അയാളിലേക്ക്, ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ പ്രസാദം യാത്ര ചെയ്യുന്നതാണ്. ഏറ്റുപറഞ്ഞോ ആരൊക്കെ പറയുമോ അവരുടെ ആരൊക്കെ പറയുമോ, the favor of the Lord will settle down upon those who confess favor. ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്, ദൈവത്തിന്റെ അനുകൂലത എൻ്റെ മേലുണ്ട് എന്ന് ഏറ്റു പറയുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം വന്ന് വസിക്കുകയാണ്. Hallelujah. Hallelujah. So daily you have to confess the favor of the Lord. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിന്റെ പ്രസാദം നമ്മൾ ഏറ്റു പറയേണ്ടതുണ്ട്. Usually I do this every day. സാധാരണ ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്യാറുണ്ട്. In the morning when I pray personally, ഞാൻ രാവിലെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, in an audible voice I would say, I wear upon myself the favor of the Lord. ഞാൻ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാവുന്ന ഉറക്കെ ഞാൻ വിളിച്ചു പറയാറുണ്ട്, ഞാൻ ദൈവത്തിന്റെ പ്രസാദത്തെ ഞാൻ ധരിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. The favor of the Lord you can wear just like you wear your dress. നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾക്ക് ധരിക്കുവാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. And when you wear
the favor of the Lord, doors will open before you. നിങ്ങൾ ഈ ദൈവത്തിന്റെ പ്രസാദത്തെ, അനുകൂലതയെ നിങ്ങൾ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ നിങ്ങൾ പറയാതെ തന്നെ അത് തുറന്നു വരുവാനിടയായി തീരും. Psalm 5 verse number 12 says, സങ്കീർത്തനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, surely Lord will bless the righteous, you surround them with your favor as with a shield. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് മറയ്ക്കും. Hallelujah. ഹല്ലേലൂയ. The favor of the Lord will surround you. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളെ ചുറ്റുവാനിടയായി So തീരും. every day wake up and say, the favor of the Lord has surrounded my life. രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് അങ്ങനെ പറയുക, ദൈവത്തിന്റെ പ്രസാദം എന്നെ ചുറ്റിയിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. With words you have to say it out. നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് നിങ്ങൾ അത് പ്രഖ്യാപിക്കണം. Confess favor with your family. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ ദൈവത്തിന്റെ പ്രസാദത്തെ പറ്റി നിങ്ങൾ പറയുക. Confess favor in your workplace. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾ ഏറ്റുപറയുക. Hallelujah. ഹല്ലേലൂയ. Then that beast like animal like cruel boss will become a lamb. നിങ്ങളുടെ ഓഫീസിലുള്ള ഭയങ്കരമായ ക്രൂരനായ നിങ്ങൾക്ക് ഒരു ബോസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കുഞ്ഞാടിനെ പോലെ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ പോവുകയാണ്. Why? Because you confess the favor of the Lord. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പ്രസാദത്തെ പറ്റിയാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നത്. Confess favor when you are traveling. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പ്രസാദം ഏറ്റുപറയുക. The journey mercies and favor will settle down upon you. ദൈവത്തിന്റെ യാത്രയിലുള്ള അനുഗ്രഹങ്ങൾ, അനുകൂലതയെല്ലാം നിങ്ങളുടെ മേൽ വന്നിരിക്കാൻ തുടങ്ങുകയാണ്. Confess favor with your business partners. നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനോടുകൂടെ, പങ്കാളികളോടുകൂടെ നിങ്ങൾ അനുകൂലതയെ പറ്റി പറയുക. Confess favor with difficult personalities. ഒത്തിരി പ്രയാസമുള്ള, പെരുമാറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുമായി ദൈവത്തിന്റെ പ്രസാദത്തെ പറ്റി പറയുക. Confess favor when you enter a new situation in life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുമ്പോൾ അവിടെയും ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾ ഏറ്റുപറയുക. When you are in insecurity, when you think that your life is in danger, confess favor. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു വിനാശജനകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഏറ്റുപറയുക, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേലുണ്ട്. Somebody say hallelujah. ഹല്ലേലൂയ. Can I read out one more verse? ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. Isaiah chapter number 54. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം verse number 10. അതിന്റെ 10-ാമത്തെ വാക്യം. Are you ready? നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? This is a nuclear bomb. ഇതൊരു അണുബോംബ് പോലെയാണ്. Though the mountains be shaken and the hills be removed, yet my unfailing love for you will not be shaken, nor my covenant of peace be removed, says the Lord, who has compassion on you. പർവ്വതങ്ങൾ ഇളകിപ്പോകും, പൊക്കോട്ടെ, കുന്നുകൾ മാറിപ്പോകും, പൊക്കോട്ടെ, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു പോയില്ല. പേപ്പട്ടിയെ പോലെ നിന്റെ പിന്നാലെ ദൈവത്തിന്റെ ഫേവർ, കൃപ, അനുകൂലത, പ്രസാദം തേടി പിടിക്കും. ഈ സഹോദരിയുടെ പേര് സരിത. ഈ വർഷം ജനുവരി മാസം മുതൽ പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ തനിക്ക് ബ്ലീഡിങ് ആരംഭിച്ചു. സഹോദരി പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് തൻ്റെ സ്വാഭാവികമായിട്ടുള്ള വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. തൻ്റെ അമ്മയും അതുപോലെ തന്നെ ഭർത്താവും ഒക്കെ സഹായിച്ചിട്ടാണ് വീട്ടിലെ പണികളെല്ലാം ചെയ്തിരുന്നത്. ഇത് ഏകദേശം 3 മാസത്തോളം, മാർച്ച് മാസം വരെ ഇത് കഠിനമായിട്ടുള്ള ആ ഒരു ബ്ലീഡിങ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു യൂട്രസിൻ്റെ ഭാഗത്ത് ഒരു തടിപ്പുണ്ട്. അത് 30 ഗുളിക കഴിച്ചതിന് ശേഷം 30 ഗുളിക കഴിയുമ്പോഴത്തേക്കിനുമാണ് ആ ഒരു ബ്ലീഡിങ് നിൽക്കുകയുള്ളൂ. അതിനുശേഷം വന്നിട്ട് സ്കാൻ ചെയ്തത് എന്താണെന്ന് നോക്കണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഗുളികകളും കൊടുത്തു വിട്ടിരുന്നു. ഇവർ ആ ഗുളികകളെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 ഗുളിക കഴിച്ചു.
അതിനുശേഷമാണ് ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. മാർച്ച് മാസം, ഈ കഴിഞ്ഞ മാർച്ച് മാസം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിൻ TV പ്രോഗ്രാമിലൂടെ പറയുകയാണ്, ബ്ലീഡിംഗ് ഉള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, ആ സഹോദരിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല, പക്ഷെ അത് എനിക്ക് വേണ്ടിയുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഈ സഹോദരി പറഞ്ഞത്, അതുവരെ ആ സമയം വരെ, ആ പ്രോഗ്രാമിൻ്റെ ആ പ്രാർത്ഥിക്കുന്ന മിനിറ്റുകൾക്ക് മുൻപ് വരെ തൻ്റെ ശരീരത്തിൽ ബ്ലീഡിംഗ് ഉള്ളത് തനിക്ക് സെൻസ് ചെയ്യാമായിരുന്നു. എന്നാൽ ആ സമയത്ത് പ്രാർത്ഥിച്ച നിമിഷം ആ ബ്ലീഡിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് കർത്താവിൻ്റെ സൗഖ്യം ആ ശരീരത്തിൽ വ്യാപിച്ചു. വലിയൊരു അത്ഭുതമാണ് കർത്താവ്. ആ സഹോദരി പറഞ്ഞു 2 ഗുളിക ആകെ കഴിച്ചുള്ളൂ. ഡോക്ടർ പറഞ്ഞു 2 ഗുളിക കഴിച്ചുള്ളൂ. ഗുളിക കഴിച്ചത് കൊണ്ടല്ല മാറിയെന്ന് ഉറപ്പിക്കാൻ കാരണം ആ സമയം വരെ, തലേ ദിവസം രാത്രി ഗുളിക കഴിച്ചിരുന്നു, പക്ഷെ ആ സമയം വരെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കർത്താവ് അത് സൗഖ്യമാക്കി. മാത്രമല്ല തനിക്ക് 2 ചെറിയ കുട്ടികളാണുള്ളത്. മൂത്ത മകൾ ഇപ്പോൾ UKG പഠിക്കുന്നു. ഇപ്പോൾ LKG പഠിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് എല്ലാത്തിനും 50 മാർക്ക് വെച്ച് കിട്ടിയാലാണ് എന്തോ മെഡൽ കിട്ടുള്ളൂ സ്കൂളിൽ നിന്ന്. അപ്പോൾ 2 പരീക്ഷയ്ക്ക് ആദ്യത്തെ എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയപ്പോൾ കുഞ്ഞിന് വലിയ സങ്കടമായി. അപ്പോൾ ആ കുഞ്ഞും അമ്മ എല്ലാവരും കൂടി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. ആ പരീക്ഷയുടെ സമയത്ത് ആ കുഞ്ഞ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. ഇന്ന് ആ സഹോദരി 2 മെഡലുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാത്തിനും മുഴുവൻ മാർക്കും കിട്ടി. പക്ഷേ അതിനുശേഷം സ്കൂളിൽ നിന്നും മെഡലും ലഭിച്ചു. ആ മെഡലുമായിട്ടാണ് ആ കുഞ്ഞ് വന്നിരിക്കുന്നത്. പരീക്ഷ അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പരീക്ഷയാണ്, ഇത് അവിടെ ചെന്ന് പറയണത്ത് പറഞ്ഞു. ആ കുഞ്ഞു പറഞ്ഞു. എത്ര വയസ്സുള്ള കുഞ്ഞാ? ഇപ്പൊ UKG പഠിക്കുന്നു. പേരെന്താ കുഞ്ഞിന്റെ പേര്? ശ്രീനന്ദന. ആ കുഞ്ഞ് ഇത് കൊടുത്തു വിട്ടേക്കുവാ. യേശു അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് മെഡൽ കൊടുത്തു എന്നുള്ളതിന് കർത്താവ് ഞങ്ങൾ ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൊടുത്ത വിശ്വാസത്തിനായി നന്ദി. ഈ സാക്ഷ്യം ഇന്ന് എല്ലായിടങ്ങളിലും കാണുമ്പോൾ ഇവളുടെ വിശ്വാസം അവർക്കും ലഭിച്ച് കുടുംബത്തിൽ എല്ലാവരിലും അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊട്ടാരക്കര ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 17 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 18 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവുനന്ദ ഓഡിറ്റോറിയം, ഉദിയൻ കുളങ്ങര, അമരവിള. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഇത് പ്രാർത്ഥനാ സമയമാണ്. ഈ സമയത്താണ് കർത്താവ് അനേകരുടെ മേൽ ദൈവത്തിൻ്റെ കൃപകൾ പകരുന്നതും രോഗസൗഖ്യങ്ങൾ നൽകുന്നതും. വിശ്വസിക്കുക. കർത്താവെ, ഇന്ന് ഓരോ വ്യക്തികൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമേ തന്നെ കർത്താവിനെ കാണിക്കുന്ന പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, സിഗരറ്റും ബീഡിയും എല്ലാം വലിച്ച്, പക്ഷെ നിർത്തണമെന്നുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എന്നാൽ അതിൻ്റെ അഡിക്ഷൻ നിമിത്തം സാധിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു. അവരതിൽ നിന്ന് പുറത്തു വരട്ടെ. മദ്യപാനികളും ഇതുപോലെ തന്നെ സ്വതന്ത്രമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഹാർട്ടിന് തകരാറുള്ള ചില കുട്ടികൾ, ഏതെങ്കിലും പ്രത്യേക ഏജിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കുഞ്ഞിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കാണും. എന്നാൽ കർത്താവ് അതിന് മുൻപേ ഒരു സർജറി കൂടാതെ ആ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ഹാർട്ടിലൊരു സുഷിരമുണ്ട്, ഒരു ഹോളുണ്ട്. എന്നാൽ യേശു ആ ഹോള് ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ അടച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മുതിർന്നവരിലും ഹാർട്ടിന് തകരാറുള്ളവർ ഇപ്പോൾ ആ ഭാഗത്ത് കൈവച്ച് ദൈവിക രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഒരു കാതിൽ നിന്നും പഴുപ്പ് പുറത്തേക്ക് വരുന്ന, വെള്ളവും പുറത്തേക്ക് വരുന്നൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം മൂക്കിൻ്റെ അകത്ത് മാംസം വളർന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ തകരാറുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ഗർഭപാത്രത്തിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ചില
ഭാര്യമാരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലൂടെ ബ്ലഡ് പോകുന്നൊരു വ്യക്തി വല്ലാതെ വറീഡായിട്ടിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നു. കാൽമുട്ടിൻ്റെ അകത്ത് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, ഓരോ വ്യക്തിയെയും നിങ്ങളുടെ രോഗം എന്താണെങ്കിലും പ്രയാസം എന്താണെങ്കിലും ഈ സമയത്ത് കൈനീട്ടി രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്ന കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ ഇതേ സമയത്ത് ഈ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: മനസ്സുള്ളതെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാം എന്ന് ആരോട് പറഞ്ഞു? Who said to whom, ask me whatever you wish and I will grant it? Options: A. ഹെരോദാവ് ബാലയോട്, B. യോഹന്നാൻ ഹെരോദാവിനോട്, C. ഹെരോദാവ് യോഹന്നാനോട്, D. യേശു ഹെരോദാവിനോട്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.